ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കണത് നല്ല അടിപൊളി ഒരു ഹോം മെയ്ഡ് പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഹോം മെയ്ഡ് പിസ്സ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു ചെറിയ പാത്രത്തിലേക്ക് പാലൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. തിളപ്പിക്കേണ്ട ഒരു ഇളം ചൂട് മതി കേട്ടോ. അതിനുശേഷം നമുക്ക് കുഴയ്ക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ഈ ഇളം ചൂടായിട്ടുള്ള പാലിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഈസ്റ്റും കൂടിയിട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഈസ്റ്റിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി വയ്ക്കാം. ഇളക്കി വെച്ചിട്ട് നമുക്കിതിനെ ഒരു 15 മിനിറ്റ്സ് ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഞാൻ മൈദാമാവാണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 3 കപ്പ് മൈദാമാവ് എടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി 2 പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എനിക്ക് 2 എണ്ണം വേണ്ടതുകൊണ്ട് ഞാൻ 3 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മുമ്പേ എടുത്ത പാലുണ്ടായിരുന്നില്ലേ, ആ പാലിൻ്റെ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പാല്. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകാൻ പറ്റില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. അപ്പോൾ അത് ഒരു സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ ഒരു മാവിനെ വേണ്ടത്. അങ്ങനെ നന്നായിട്ട് ഇതിനെ ഒന്ന് നമ്മൾ ഈ ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പം ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം പാലിങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കാൻ. എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് എടുത്തിട്ട് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു വിധത്തിൽ കുഴച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഇതിന് മേലെയും ആ ഒരു പാത്രത്തിലും കൂടി ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പം ഞാനൊരു 3 അവേഴ്സോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിമം എന്തായാലും ഒരു 2-3 അവേഴ്സോളം നമ്മൾ ഇതൊന്ന് പൊന്താനായിട്ട് ഇതിനെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതവിടെ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെയൊക്കെ അരിഞ്ഞെടുത്താലോ. അപ്പം ഞാൻ ഇവിടെ ഒരു ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യാപ്സിക്കത്തിനെ നമ്മൾ കട്ട് ചെയ്യുമ്പം ജസ്റ്റ് എല്ലാ പച്ചക്കറികളും ഒരു ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അതിനെ കവറപ്പ് ചെയ്ത് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണത്. അപ്പോൾ പിന്നൊരു സവോള എടുക്കുന്നുണ്ട്. അതും സെയിം അങ്ങനെ ഒരു ക്യൂബ്സ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കണത്. അത് നമുക്കതിലേക്ക് ഇടാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ തക്കാളി എടുക്കുന്നുണ്ട്. അതും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ സോസേജ് എടുക്കുന്നുണ്ട്. സോസേജും ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ മാവ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു 3 അവേഴ്സോളം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇതിന് വേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കാനായിട്ടുള്ള ആ ഒരു ട്രേ എടുക്കാം. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഞാനൊന്ന് ജസ്റ്റ് തടവി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ മാവിനെ പാത്രത്തിൽ നിന്ന് എടുത്ത്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 2 പിസ്സയ്ക്കുള്ള മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കൊന്ന് 2ആയിട്ട് മാവിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് ട്രേയിലേക്ക് മാറ്റി അതിനെ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അപ്പം ഞാൻ ഇവിടുന്ന് ആ ഒരു മാവ് ഒന്നും കൂടി ജസ്റ്റ് നന്നായിട്ടൊന്ന് കുഴച്ച് സെപ്പറേറ്റ് ചെയ്യണത് കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷൻ എടുത്ത് നമുക്ക് ജസ്റ്റ് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം, വലുതാക്കി എടുക്കണം. അപ്പോൾ അറിയാമല്ലോ നമുക്ക് ആ ഒരു പിസ്സയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് പരത്തുന്നത്. ഇങ്ങനെ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് ഇതിനെ മാറ്റാം. നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമുക്ക് ആ സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന്
പൊന്തിച്ച് കൊടുക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ ഒരു ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ഫില്ലിങ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ കെച്ചപ്പ് ഫുള്ളായിട്ട് തന്നെ അതിനെ കംപ്ലീറ്റ്ലി റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും ഇഷ്ടത്തിനനുസരിച്ചിട്ടും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. മൊസറല്ല ചീസാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പം അതും ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ചീസ് ആക്ച്വലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ചീസും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇല്ലേ, അത് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സവോള അരിഞ്ഞു വെച്ചത് ജസ്റ്റ് ഇതേപോലെ ഒരു ക്യൂബ് ഷേപ്പിലുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഫില്ല് ചെയ്യുന്നുണ്ട്. ക്യാപ്സിക്കം നമ്മൾ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ടൊമാറ്റോ ആണ് ഫില്ല് ചെയ്യണത്. ഓരോ ടൊമാറ്റോ പീസസ് ആയിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമുക്ക് വെജിറ്റബിൾസൊക്കെ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ഉണ്ടല്ലോ, അതിനെയാണ് ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ഒറിഗാനോ പൗഡറും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ചിക്കൻ്റെ പീസസും അതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ട, അപ്പം ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി ഞാൻ ഒലീവ്സാണ് വെച്ച് കൊടുക്കണത്. ബ്ലാക്കും വെക്കുന്നുണ്ട്, ഗ്രീനും വെക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫൈനൽ ഡെക്കറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനൊരു ക്യാപ്സിക്കം ഫസ്റ്റ് തന്നെ ഇതേപോലെ ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ അതിൻ്റെ മേലേക്ക് വെച്ച് വീണ്ടും കുറച്ച് ചീസും കൂടിയിട്ട് അതിൻ്റെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സയുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്യാനായിട്ട് ഓവനിൽ വെക്കണം. ഞാനിതിലേക്ക് വീണ്ടും കുറച്ച് ഒറിഗാനോ പൗഡറും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഒലീവ് ഓയിലും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 7 മിനിറ്റ്സിൽ തന്നെ പിസ്സ കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഒരു ടൈമിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്യാണ് ആഫ്റ്റർ 7 മിനിറ്റ്സ്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിസ്സ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഞങ്ങളിത് ഇവിടെ കുറേ പേര് കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ടും ഫീഡ്ബാക്ക് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.